ദൈവത്തിൽ ഇടയാകും. വലിയ വിടുതലുകൾ നിങ്ങൾ കാണുവാനിടയാകും. ഓ റബ ഷാത്ത റീഖാന റബ ശാന്ത റീബ ലഖാന റബ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. ആമേൻ. ഹല്ലേലൂയ. സാധ്യതയില്ലാത്തടത്ത് എന്റെ ദൈവം സാധ്യതകളെ കൊണ്ടുവരുന്നതിനാൽ വാഴ്ചയാണ്. സാധ്യതയില്ലാത്തടത്ത് സാധ്യതകളെ കൊണ്ടുവരുന്ന ദൈവം ഒരിക്കലും എന്ന് പറഞ്ഞെടുത്ത്, ഒരിക്കലും ഉയരത്തില്ല എന്ന് പറഞ്ഞെടുത്ത്, ഒരിക്കലും ഇനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞെടുത്ത്, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, നിങ്ങൾ പ്രവചിച്ചു തുടങ്ങുമ്പോൾ, ഓ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യുകയാണ്. ഈ പ്ലാറ്റ്ഫോമിനകത്ത് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാനൊരു കാര്യം, ഒരു ഉറപ്പ് തരാൻ നിങ്ങൾക്ക്. വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അവൻ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. നിങ്ങളെ വിളിച്ചിറക്കിയെങ്കിൽ, താഴ്വരയുടെ നടുവിൽ കൊണ്ട് നിർത്തിയെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, അവൻ നിങ്ങൾ കാണെ ആസ്തികളെ ജീവിപ്പിക്കുന്ന, ആമേൻ ഹല്ലേലൂയ, ഒരു അത്ഭുതം നിങ്ങളെ നടുവിൽ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിനാൽ ഞാനിത് പറയുകയാണ്. ഓ ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ചിറക്കിയത് വെറുതെയല്ല. എസെക്കിയേലിനെ വിളിച്ചിറക്കിയത് വെറുതെയല്ല. പത്രോസിനെയും യോഹന്നാനെ വിളിച്ചിറക്കിയത് വെറുതെയല്ല. അപ്പോസ്തലന്മാരെ വിളിച്ചിറക്കിയത് വെറുതെയല്ല. അവന് ചില പദ്ധതികൾ ചെയ്യാനുണ്ട്. ആമേൻ ഹല്ലേലൂയ. നിങ്ങളുടെ ദേശത്ത്, നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളെ വിളിച്ചിറക്കിയത് വെറുതെയല്ല. ആമേൻ ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ചിറക്കിയത് വെറുതെ അല്ല മക്കളെ. ഈ വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുവന്നത് വെറുതെ അല്ല മക്കളെ. ഓ വിശ്വാസ ജീവിതത്തിൽ, ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങൾ നീറുന്ന വിഷയത്തിനകത്ത് എന്റെ കർത്താവ് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. ഒരു ആമേൻ ഹല്ലേലൂയ, ഒരു ആമേൻ പറയണം. ഇതിനൊരു ആമേൻ പറയണം. കാരണം നമ്മൾ വെറുതെയാണ്. നമ്മൾ വിചാരിക്കും, നമ്മളെ ദൈവമേ ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഹല്ലേലൂയ, കർത്താവേ എന്നെ വിളിച്ചത് ഇതിനാണോ? എനിക്ക് കഷ്ടത അനുഭവിക്കാനാണോ? അല്ലെങ്കിൽ ഹല്ലേലൂയ ആൾക്കാരുടെ മുന്നിൽ ഹല്ലേലൂയ നിന്ന പാത്രമാകാനാണോ? അല്ലെങ്കിൽ എന്നെ കടഭാരത്തിൽ കൊടുക്കാനാണോ? അല്ലെങ്കിൽ എന്നെ രോഗിയാക്കാനാണോ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും. നോ നോ നോ, അതല്ല അതല്ല അതല്ല. കർത്താവിനെ ചിലതിനെ ജീവിപ്പിക്കുവാൻ, ചിലതിനെ വിടുവിക്കുവാൻ, നിങ്ങളുടെ പട്ടണത്തെ വിടുവിക്കുവാൻ, നിങ്ങളുടെ സഭയെ വിടുവിക്കുവാൻ, നിങ്ങളായിരിക്കുന്ന ദേശത്തെ വിടുവിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനാണ് നിങ്ങളെ വിളിച്ചിറക്കിയത്. ഒരുപക്ഷെ നിങ്ങളൊന്ന് ചുറ്റിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ആമേൻ അസ്ഥിയുടെ താഴ്വരയിൽ 1 or 2 പ്രാവശ്യം ഒന്ന് ചുറ്റി നടന്നിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിച്ചു നോക്കരുത്. ദൈവത്തിന്റെ വാക്കുകൾക്കനുസരിച്ച് നിങ്ങൾ ചെവി കൊടുത്ത് പ്രവചിക്കുവാൻ തുടങ്ങിയാൽ പട്ടണത്തിൽ വലിയ അത്ഭുതം കാണുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന്. ഓ ഹല്ലേലൂയ. റബലഗടഗദന ശന്തരാധനാരഗടഗ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ അത്ഭുതങ്ങൾ കാണുവാൻ, അത്ഭുതങ്ങൾ കാണുവാൻ, അത്ഭുതങ്ങൾ നടക്കുവാൻ ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓറിബാല ഹഡഗ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആമേൻ, നിങ്ങൾ രോഗികളായി ഭാരപ്പെടുന്ന, നിങ്ങൾ അവിടെ കൈവച്ച് പ്രവചിക്ക്. ആമേൻ. നിങ്ങൾ കടഭാരത്തിലാണെങ്കിൽ ആ കടഭാരത്തെ നോക്കി പ്രവചിക്ക്. ആമേൻ. നിങ്ങളുടെ ശുശ്രൂഷയെ ആമേൻ ഹല്ലേലൂയ ഒന്ന് നോക്കി പ്രവചിക്ക്. അത് ജീവൻ വെക്കാൻ പോവുകയാണ്. എവിടെയാണ് തളർന്നു കിടക്കുന്നത്? എവിടെയാണ് ആമേൻ ഉയരത്തില്ല എന്ന് വാദിക്കുന്നത്? എവിടെയാണ് ഇനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവ അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ ആമേൻ ഈ ദൂതിനെ ഏറ്റെടുക്കുന്നു? ഇരുവര് ഹടകതനക. അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിൽ, അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ചെയ്താട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ ഹല്ലേലൂയ. അസ്ഥികളെ നോക്കി പ്രവചിക്ക്. ആമേൻ. രോഗമുള്ള ഭാഗത്തെ നോക്കി പ്രവചിക്ക്. കടഭാരത്തെ നോക്കി പ്രവചിക്ക്. നിങ്ങളുടെ വേദനയെ നോക്കി പ്രവചിക്ക്. നിങ്ങളുടെ തലമുറയെ നോക്കി പ്രവചിക്ക്. നിങ്ങളുടെ ജോലിയെ നോക്കി പ്രവചിക്ക്. നിങ്ങളുടെ ദൈവദാസന്മാരെ നോക്കി പ്രവചിക്ക്. നിങ്ങളുടെ ആമേൻ ചുറ്റുവട്ടത്തുള്ള ആ ദേശത്തെ നോക്കി പ്രവചിക്ക്. നിങ്ങൾ അത്ഭുതങ്ങളെ കാണും.
Oh Rababa, oh Shanta Rikalaba, Shata Rikana Rababa. Amen. Hallelujah. ഒരു പക്ഷേ നിങ്ങൾക്ക് കഴിവില്ലായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾക്ക് പണമില്ലായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾക്ക് മറ്റാരെയൊന്ന് സഹായിക്കുവാൻ നിങ്ങളുടെ ക്യാഷ് ഇല്ലായിരിക്കാം, ബാങ്ക് ബാലൻസ് ഇല്ലായിരിക്കാം, ഒരു പക്ഷേ ഹല്ലേലൂയ നിങ്ങളുടെ ചുറ്റുപറ്റം നിങ്ങൾ അപമാനിതനായിരിക്കാം. എങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച്, ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച് നിങ്ങളൊന്ന് പ്രവചിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങൾ നീറുന്ന, നിങ്ങൾ ക്ഷമിക്കുന്ന ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ഒന്ന് പ്രവചിക്കുക. യേശുവിന്റെ നാമത്തിൽ അവൻ നമ്മുടെ ദേവദാസനെ നോക്കി പ്രവചിച്ച്, അവൻ നമ്മുടെ ദേവദാസനെ നോക്കി പ്രവചിച്ച് ലോക രാജ്യങ്ങളിലേക്ക് ദേവദാസൻ പോകട്ടെ. ഓ ലോക രാജ്യങ്ങളിലേക്ക് ദേവദാസൻ സഞ്ചരിക്കട്ടെ. അനേകായിരങ്ങൾക്ക് ആശ്വാസമായി മാറട്ടെ, അനേകായിരങ്ങൾക്ക് വിടുതലായി മാറട്ടെ. ഒന്ന് പ്രാർത്ഥിച്ച് പ്ലാറ്റ്ഫോമിനെ നോക്കി പ്രാർത്ഥിച്ച് അനേകായിരങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യട്ടെ. അനേകായിരം ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നവരുടെ വിഷയത്തിന്റെ മേലൊന്ന് പ്രവചിച്ച്, ഓ ഹാലേലൂയ ഇതിനകത്ത് നീറുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി പ്രവചിച്ച്, ആമേൻ ഹല്ലേലൂയ എന്റെ ദൈവം ഈ ടൈം റൈറ്റ് ടൈമിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. ഓ നിങ്ങൾ നീറുന്ന, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ അതൊക്കെ പ്രവചിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. ഓ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ഉറപ്പ് തരാം, ദൈവത്തിന്റെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുത്ത, കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ചാൽ, ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ വാക്കുകൾ കേട്ട് നിങ്ങൾ പ്രവചിക്കുവാൻ തുടങ്ങിയാൽ ഇന്ന് എന്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. നാളെയല്ല ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ റൈറ്റ് ടൈം. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. റിബലഗഡഗ വെള്ളിയും പൊന്നുമൊന്നും ഞങ്ങൾക്കില്ല. ആമേൻ അസാധാരണമായ കാര്യങ്ങൾ, ഒരു മനുഷ്യനും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവദാസനെ കൊണ്ട് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ പ്ലാറ്റ്ഫോമിനകത്ത് വരുന്ന ദൈവദാസന്മാരെ ശക്തമായി ഉപയോഗിക്കുമെന്ന് ഓ ദൈവാത്മാവ് പ്രവചിക്കുകയാ. ഭാരപ്പെടുന്ന ആരൊക്കെയോ ഈ വചനം കേൾക്കുന്നുണ്ട്. ഓ വേദനയോടെ ഇരിക്കുന്ന ആരൊക്കെയോ ഈ വചനം കേൾക്കുന്നുണ്ട്. ആമേൻ അതിനെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആമേൻ വിചാരിച്ചിരിക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. ആമേൻ അവരെ നോക്കി ഞാൻ പ്രവചിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ നീറുന്ന, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ എന്റെ ദൈവം ഇപ്പോൾ തന്നെ, ഇപ്പോൾ റൈറ്റ് ടൈം യേശുവിന്റെ നാമത്തിൽ അത് അത്ഭുതമായി മാറുന്നത്. Hallelujah. അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി, അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവത്തോട് നിലവിളിച്ച് ഹല്ലേലൂയ എവിടെയാണ് നിരപ്പാകേണ്ടത് അവിടെ നിരപ്പാകുവാൻ ദൈവത്തോട് പറഞ്ഞ് ശുദ്ധീകരിക്കേണ്ടത് എവിടെയാണ് അവിടെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തോട് പറഞ്ഞ് ആമേൻ എല്ലാ ആമേൻ വരണ്ട അവസ്ഥകളും മാറട്ടെ. എല്ലാ വരണ്ട അവസ്ഥകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എല്ലാ വരണ്ട അവസ്ഥകൾ ഇപ്പോൾ തന്നെ, ആരൊക്കെ വരണ്ട അവസ്ഥകളിലൂടെ പോകുന്നു, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് മാറട്ടെ. ആമേൻ ഹല്ലേലൂയ. അണ പൊട്ടി ഒഴുകുന്നത് പോലെ ഒരു അനുഗ്രഹം അവരുടെ മേൽ ചൊരിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിലെ ആ വാക്കിനെ ഞാൻ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥിച്ചോ. രോഗികൾ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ ദൈവം സൗഖ്യമാക്കുകയാ. പ്രവചിക്കുക, അതിനെ നോക്കി പ്രവചിക്കുക. വിട്ടുമാറട്ടെ. രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ തന്നെ മേഖലയെ നോക്കി പ്രാർത്ഥിച്ച് യേശുവപ്പൻ എടുത്തു മാറ്റുകയാ. ഒരു വഴികളെ തുറക്കുകയാ യേശുവിന്റെ നാമത്തിൽ. കുടുംബ വിഷയങ്ങളുമായി ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ വിഷയത്തെ നോക്കി പ്രവചിക്ക്. ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ പ്ലാറ്റ്ഫോം അവനകത്തുള്ള കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ ഒരുമിച്ച് വരികയാപ്പാ. കർത്താവേ ഒരു നീർന്ന വിഷയം എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ സകലതും അറിയുന്ന ഒരു തമ്പുരാൻ, സകലതും അറിയുന്ന ഒരു ദൈവം എന്നും ജീവിക്കുന്നു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയ ദൈവം.